May I come in, sir? Yes, come in. Captain Suresh. Sir. വളരെ അത്യാവശ്യമായി നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തേണ്ടതായ ചില പേപ്പേഴ്സ് ആണിതിൽ. ആസ് ദിസ് മാർക്ക് ഇൻഡിക്കേറ്റ്സ്, കൂടുതലൊന്നും പറയണ്ടല്ലോ. Sir. Captain Rajiv will fly you to the destination. Okay? Okay, sir. Calling Charlie Tower. This is Charlie 51. How do you read me? Over. Loud and clear. Go ahead. Over. Request permission to start up. Over. Clear to start. Runway in use 28. Temperature 27. November Hotel 1010. Over. Calling Charlie Tower. This is Charlie 51. How do you read me? Over. Reading you loud and clear. Go ahead. Over. Bad weather. ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണം? Over. Report your altitude and position. Over. Above Tevarkote Forest. Altitude 6,000 feet. Over. Try again. Over. Negative. Heavy fog and mist. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ മടങ്ങുകയാണ്. Over. Roger. Over.
എനിത്തിങ് റോങ് സർ? One of our aircraft is reported missing. ഓ ഗോഡ്, ആരൊക്കെ? Captain സുരേഷും Captain രാജീവും. സുരേഷ്, യുവർ സണ്ണിലോ? സർ, എയർക്രാഫ്റ്റിൽ നിന്നുള്ള അവസാനത്തെ സന്ദേശം ലഭിക്കുമ്പോൾ അത് തേവർക്കോട്ട മലയ്ക്ക് 6000 അടി മുകളിലായിരുന്നു. ബാഡ് വെതർ മടങ്ങുകയാണ് എന്നതോടൊപ്പം ഒരു പൊട്ടിത്തെറിയും കേട്ടു. പിന്നീടൊന്നും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. Do immediate rescue operation, whatever possible. യെസ് സർ. आप लोग गाड़ी लेकर जल्दी जाओ. ഇന്ന് നേരത്തെ എത്താമെന്നും പറഞ്ഞു പോയ ആളാ അച്ഛന്റെ കൂടെയും. എന്താണ് അച്ഛാ? എന്താ അച്ഛാ? നിന്നോട് ഒളിച്ചിട്ട് കാര്യമില്ല, ഒളിക്കേണ്ട കാര്യവുമല്ല. സുരേഷ് കയറിയ എയർക്രാഫ്റ്റ് മിസ്സിംഗ് ആയിരിക്കുന്നു. പേടിക്കാനൊന്നുമില്ല, അന്വേഷണം നടക്കുന്നുണ്ട്. Rescue team calling control tower. Rescue team calling control tower. Bad weather. Still mist and fog sustained. We can't find anything. കൺട്രോൾ ടവർ കോളിംഗ് റെസ്ക്യൂ ടീം റിട്ടേൺ ടു ബേസ്. സർ, അന്വേഷണത്തിന് പോയ കോപ്റ്ററുകൾ മടങ്ങുകയാണ്. ഈ കാലാവസ്ഥയിൽ ആ വഴിക്കുള്ള അന്വേഷണവും സീംസ് ടു ബി ഇംപോസിബിൾ. ശരിയാണോ? ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നു. അങ്കിളിനെ അറിയിക്കണ്ടേ? ഇപ്പൊ വേണ്ട, വൈകിട്ടാവട്ടെ. നമുക്കൊന്ന് ആഘോഷിക്കണം.
മൂപ്പ ഞങ്ങൾ പറയുന്ന കേൾക്ക്. அது எங்க தேவர் குடியிருக்க இடம். அங்க போக விட மாட்டோம். அங்க போனவங்க யாரும் திரும்பி வந்ததும் கிடையாது. போங்கோ, நீங்க போங்கோ. എങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. அப்படின்னா எங்க பணத்தை மிதிச்சுதான் நீங்க போக முடியும். No! Recce Patrol Alpha 4 calling headquarters. Recce Patrol Alpha 4 calling headquarters. എയർക്രാഫ്റ്റിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ ഇവിടെ ഈ കാടിന് മുകളിലാണ്. തേവർകോട്ടൈ. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും പാറക്കെട്ടുകളും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ടാവാം. നമ്മുടെ അന്വേഷണവും ഇവിടെ തന്നെ ആകേണ്ടിയിരിക്കുന്നു. ശക്തമായ മുടൽമഞ്ഞ് കാരണം പാരട്രൂപ്പിനെ ഇറക്കാനും മാർഗമില്ല. ആസ് യു ഓൾ നോ, അവിടെ ചെന്നെത്താൻ ഇനി 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, അപ്പുറത്തുകൂടി ഈ മലകൾ കടന്നെത്തുക. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മിനിമം 10 to 15 days. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചിലപ്പോൾ അതിലും കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരാം. വി കാണ്ട് അഫോർഡ് ദ ഡിലേ. എങ്കിലും ആ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. 2, ഈ പുഴ കടന്ന് ഇവിടെ എത്തുക. അതല്ലേ സാർ എളുപ്പം? നോ ക്യാപ്റ്റൻ പിള്ളേ, യു ആർ ന്യൂ ടു ദിസ് പ്രോബ്ലം. സി, ഈ പുഴയ്ക്കെതിരായി ഒരു ആദിവാസി ഗ്രാമമുണ്ട്. There lies the real problem. വാട്ട്സ് ദാറ്റ് സർ? വളരെയേറെ പഴക്കമുള്ള ഒരു സംസ്കാരമാണ് അവരുടേത്. അവരുടെ മലദൈവങ്ങളുടെ വിഹാരരംഗമാണ് ആ കാടെന്നും അങ്ങോട്ട് ആരെങ്കിലും കടന്നു ചെല്ലുന്നത് ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, ആ പുഴ കടന്നു പോയിട്ടുള്ള ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലത്രേ. ഇത്രയും കാലം ആ കാട്ടിലേക്ക് കടന്ന് നമ്മൾ സർവേ നടത്താതിരുന്നതും ഇതുകൊണ്ട് തന്നെ. ഏത് സാഹചര്യത്തിലായാലും ജീവൻ കളഞ്ഞാലും ദേ റെസിസ്റ്റ് ഈവൻ വിത്ത് വെപ്പൺസ്. അവിടെ എത്തിയ നമ്മുടെ അന്വേഷണ സംഘത്തെയും അവർ തടഞ്ഞതിനാൽ പിൻവലിക്കേണ്ടി വന്നു. വൈ കാൻ ബി യൂസ് ഫോഴ്സ് സർ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ആദിവാസികൾ സംരക്ഷിക്കപ്പെടേണ്ട വർഗമാണെന്ന് അറിഞ്ഞുകൂടെ? വി ഹാവ് ടു പ്രൊട്ടക്ട് ദം. എന്റെ മരുമകനെ രക്ഷിക്കാൻ വേണ്ടി എന്തിനീ നിരപരാധികളെ കൊന്നൊടുക്കി എന്നൊരു ചോദ്യം അതോറിറ്റീസ് നിന്നുണ്ടായി ഞാൻ എന്ത് ഉത്തരം പറയും? ഈ ഡിവിഷനിലെ 2 ബെസ്റ്റ് ഓഫീസേഴ്സാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. മോറോവർ, അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഫയലും എങ്ങനെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങളെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ്. ആദിവാസികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പുഴ കടന്ന് അക്കരെ എത്തി നിങ്ങൾ വേണം അത് സാധിക്കാൻ. ഓക്കെ സർ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു സജഷൻ ഉണ്ട്. ദിസ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇങ്ങനെ ഒരു കാര്യത്തിന് കുറെ കൂടി സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? വാട്ട് യു മീൻ? എല്ലാ രംഗത്തും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ. ആരാ അങ്ങനെ? ക്യാപ്റ്റൻ റോയ് ജേക്കബ് തോമസ്. സർ, റോയി ഹൗസ് അറസ്റ്റിലല്ലേ? അതും സുരേഷിന് തല്ലാൻ ശ്രമിച്ച കേസിൽ. അപ്പോ കഴിഞ്ഞു നോക്ക് മറക്കണം സർ. ഈ അവസരത്തിൽ ഹി ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹെൽപ്പ്. ഓക്കെ ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ. ശേഖറിന്റെ സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ കീഴിലായിരിക്കണം റോയിയുടെ ഓരോ നീക്കവും. ബ്രിങ് ഇൻ. आपको कल माधव साहब देखना चाहता है एट हिज रेजिडेंस. हाँ.
മേ കം ഇൻ സർ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. റോയ്, one of our aircraft is reported missing somewhere in the dense forest. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒന്നും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാട്ടിലെത്താനുള്ള എളുപ്പമാർഗമായ പുഴ കടക്കാൻ ആദിവാസികൾ അനുവദിക്കാത്തത് കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ താമസം വരുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പുഴ കടന്ന് ഓപ്പറേഷൻ നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഫോം ചെയ്തിട്ടുണ്ട്. യു ഓൾസോ ജോയിൻ ദം. സർ, ആരൊക്കെയായിരുന്നു ആ എയർക്രാഫ്റ്റിൽ? ക്യാപ്റ്റൻ രാജീവ് കുമാർ ആൻഡ് ക്യാപ്റ്റൻ സുരേഷ് ജി നായർ. റോയ്, കഴിഞ്ഞതെല്ലാം മറന്ന് സോറി സർ, കഴിഞ്ഞതെല്ലാം മറന്ന് സഹായിക്കാൻ അത്രയ്ക്ക് ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. റോയ്, സാറിന് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ 2 വർഷത്തെ വിഗറസ് ട്രെയിനിങ് പീരീഡിൽ എല്ലാ ടെസ്റ്റുകളിലും ഒന്നാമനായി എത്തി എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ. 28 ദിവസത്തെ ജയിൽവാസവും കുറെ വേദനകളും. അതൊക്കെ പോട്ടെ, എന്റെ മനസ്സിനേറ്റ മുറിവുകളോ? എല്ലാം അവൻ കാരണമായിരുന്നു, അവന് വേണ്ടിയായിരുന്നു. അവനില്ലാത്ത കഴിവുകൾ ഉണ്ടാക്കി 1ാം സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കാൻ ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതികൾ. പ്ലീസ് റോയ്, പ്ലീസ്. നോ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. നോ, എനിക്ക് പറ്റില്ല. സൂപ്പർ കമാൻഡോ അല്ലേ മരുമകൻ, അവന്റെ കഴിവുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടെങ്കിൽ പോലും സാർ, ചത്തില്ലെങ്കിൽ. കൂൾ ഡൗൺ റോയ്, കൂൾ ഡൗൺ. നമ്മൾ പട്ടാളക്കാരുടെ ജീവിതത്തിൽ ഇത്തരം സെന്റിമെന്റ്സിനൊന്നും സ്ഥാനമില്ല. നടക്കാനുള്ളതൊക്കെ എന്നേയും നടന്നു കഴിഞ്ഞു. നമ്മുടെ 2 സഹപ്രവർത്തകരും വിലയേറിയ ചില സീക്രട്ട് ഫയൽസുമാണ് അവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓർഡർ ഒബേ ചെയ്യുക എന്നതിലുപരി അതിലെ ആത്മാർത്ഥതയാണ് പ്രധാനം. എനിക്ക് നിന്നിലുള്ള വിശ്വാസവും അതാണ്. യു മേ ഗോ.
1, 2, 3, 4, 5, 6, 7. യു ആർ നോട്ട് എ സ്ട്രീറ്റ് ഫൈറ്റർ. അന്തസ്സുള്ള ഒരു ഓഫീസർ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. കമാൺ, ആണുങ്ങളെ കൊലപ്പെടുത്തടാ. One, 2, 3, 4, 5, 6, 7, 8, 9, 10. വെൽ ഡൺ മിസ്റ്റർ താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. ഹലോ. വരട്ടെ. ഓ, ഇതാരെ ക്യാപ്റ്റൻ ലിസ? എന്നെ കാണാൻ വന്നതോ അതോ? വേണ്ട റോജായ, കളിയൊക്കൊന്നും വേണ്ട. ഞാൻ കൂട്ടുവന്നല്ലേ. ദേ നിൽക്കുന്നു. അഭിനന്ദിക്കോ കെട്ടിപ്പിടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ മാറിയേക്കാം. ഹോ, എന്തൊരു ഇടിയായിരുന്നു. ഒന്നുമല്ലെങ്കിലും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വിശാല ഹൃദയനാണെന്ന് ഒരു പരിഗണനയെങ്കിലും വേണ്ടതായിരുന്നു. പാവം, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്ക് അതിന് ഇനി ഒന്നിനും കൊള്ളില്ല. അതിരിക്കട്ടെ, ആരാണോ ഈ ബോക്സിംഗ് രംഗത്തെ അങ്ങയുടെ ഇഷ്ടദേവൻ? മുഹമ്മദ് അലി, ലിയോൺ സ്പിങ്സ്, മൈക്ക് ടൈസൺ, ഹനുമാനായിരിക്കും. ഇഷ്ടദേവനാകുമ്പോ ഇഷ്ടദേവതയുമായിട്ട് എന്തെങ്കിലും ഒരു ചേർച്ച വേണ്ടേ? അതിന് ഏറ്റവും പറ്റിയ കക്ഷി മേപ്പടിയാൻ തന്നെ. ദേ, ചിരിച്ചും കളിച്ചും നിൽക്കാൻ സമയമില്ല. എത്ര കഷ്ടപ്പെട്ട അച്ഛന്റെ കണ്ണു വെട്ടിച്ചിങ് വന്നോ. നാളെ വൈകിട്ട് ഗ്രൗണ്ടിനപ്പുറത്ത് കാണാം. ഞാൻ പോട്ടെ. ആ, ലിസ, രണ്ടും കൂടെ കുറ്റിയടിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായിരുന്നോ? അസൂയ അസൂയ. വാ. വരട്ടെ. റോയിച്ചും കലക്കിയല്ലേ? അതെ അതെ. റോയിച്ചും ജയിച്ചെന്ന് വെച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട. എനിക്ക് ഷൈനിങ് ഒന്നുമില്ല. വിജയ് എന്താ ഇവിടെ? ചാമ്പിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. എങ്ങനെയുണ്ടായിരുന്നു ഇടി? ദേ, ചോര പൊടിഞ്ഞിട്ടുണ്ട്. വേഗം വീട്ടിൽ പോയി കുറച്ച് ഐഡക്സ് പുരട്ടി ഒന്ന് ആവി കൂടെ പിടിച്ച അല്പം ആശ്വാസം കിട്ടും. നിന്നെ ഞാൻ. എന്നെ വിടൂ. പലതവണയായി നിങ്ങൾ ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നു. എന്നെ വിടൂ. വിടാൻ. ഏയ്, എന്താ സുരേഷ് ഇത്? നിങ്ങൾ പൊയ്ക്കോളൂ. വാടി പോകാം. ഈ ചുണ റിങ്ങിൽ കാണിച്ചിരുന്നെങ്കിൽ. എന്തിനാ ചങ്ങാതി? പഠിച്ചിട്ടില്ലേ? പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടുന്നു.